അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, മീഡിയ വൺ ചാനലിൻ്റെ ഒരു റിപ്പോർട്ടിൻ്റെ ലിങ്ക് എൻ്റെ ഒരു സഹോദരൻ എനിക്ക് അയച്ചു തരികയുണ്ടായി. അതേക്കുറിച്ച് അഭിപ്രായം പറയാൻ അദ്ദേഹം പറഞ്ഞിരുന്നു. ആ ലിങ്കിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: ഉസ്താദിനെ മാറ്റണം, വടകര മാടാക്കര പള്ളിയിൽ സംഘർഷം, പോലീസ് ക്യാമ്പ് ചെയ്യുന്നു. വടകരയിലെ മാടാക്കര എന്ന സ്ഥലത്ത് രണ്ടു കൂട്ടർ തമ്മിൽ ഭിന്നത രൂക്ഷമായി. കുറേ മുൻപ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ വന്ന് അതൊക്കെ രഞ്ജിപ്പിക്കുകയൊക്കെ ഉണ്ടായി. പിന്നീട് വീണ്ടും ഇപ്പോൾ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരിക്കുകയാണ്. ഇതിൻ്റെ കാരണം ഉസ്താദിനെ മാറ്റണം എന്നുള്ളതാണ്. അങ്ങനെ ഇവരുടെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലീസിനെ പള്ളിക്കകത്ത് കയറേണ്ട ഒരു മജ്ബൂർ അവസ്ഥയിലേക്ക് വരികയും അവിടെ പോലീസ് ലാത്തി വീശുകയും അവരെ അടിച്ചോടിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം എന്തെന്നാൽ, ഇതിൻ്റെ കുറ്റക്കാരാരാണ്? പ്രതികൾ ആരാണ്? ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നാം പ്രതി ഞാനും രണ്ടാം പ്രതി എന്നെ കേൾക്കുന്ന നിങ്ങളുമാണ്. എന്തുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം? നമ്മളെ സംബന്ധിച്ചിടത്തോളം പള്ളി ഉണ്ടാക്കലും പള്ളിയുടെ മെയിൻ്റനൻസ് ചെയ്യലും കാര്യങ്ങളുമൊക്കെ ഇന്ന് ഒരു മതക്കച്ചവടമായി മാറിയിരിക്കുകയാണ്. ഏറ്റവും നന്നായി സംസാരിക്കുന്ന ഉസ്താദിനെ കൊണ്ട് അപ്പോയിൻ്റ് ചെയ്ത് അദ്ദേഹത്തെ കൊണ്ട് കമ്മിറ്റിക്കാരും അവർക്ക് തോന്നുന്ന രീതിയിൽ അദ്ദേഹത്തെ ഒരു കോളാമ്പിയായി ഉപയോഗിക്കുകയും ആ കമ്മിറ്റിക്ക് വേണ്ടി പണം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിൻ്റെ പുറത്താണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്. എന്നാൽ അള്ളാഹു നിർദ്ദേശിച്ചതനുസരിച്ചിട്ടുള്ള ഒരു ഇമാമിനെയാണ് നമ്മൾ നിയമിക്കുന്നതെങ്കിൽ അവിടെ സംഘർഷം ഒരിക്കലും ഉണ്ടാവുകയില്ല. എന്താണ് അള്ളാഹു നിർദ്ദേശിച്ചിരിക്കുന്നത് ഇമാമിൻ്റെ വിഷയത്തിൽ? 20-ൽ കൂടുതൽ പ്രാവശ്യം ഖുർആനിൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു ആയത്താണ് വമാ അസ്അലുക്കും അലൈഹി മിൻ അജറിൻ ഇൻ അജറിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. ഞാൻ ഈ പറയുന്നതിൻ്റെ പേരിൽ നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ പ്രതിഫലം എൻ്റെ റബ്ബിൻ്റെ അടുത്തു നിന്നാണ്. ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അതിനെ ഉദ്ധരിക്കുന്ന സമയത്ത് നൂഹ് അലൈഹിസ്സലാം പറഞ്ഞു, ലൂത്ത് അലൈഹിസ്സലാം പറഞ്ഞു, ശുഐബ് അലൈഹിസ്സലാം പറഞ്ഞു എന്ന് പറഞ്ഞു ഓരോ നബിമാരുടെ അംബിയാ മുർസലീങ്ങളുടെ പേരെടുത്തിട്ട് പറയുകയാണ് അവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അവർ വന്ന് നൂഹ് അലൈഹിസ്സലാം, ശുഐബ് അലൈഹിസ്സലാം അങ്ങനെയുള്ള എല്ലാ പ്രവാചകന്മാരും വന്ന് 1,00,000-ൽ പരം അംബിയാ മുർസലീങ്ങൾ വന്ന് അവരൊക്കെയും പറഞ്ഞിട്ടുള്ളത് ഈ വാക്കുകളാണ്: വമാ അസ്അലുക്കും അലൈഹി മിൻ അജറിൻ ഇൻ അജറിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. ഞാൻ ഈ പറയുന്നതിൻ്റെ പേരിൽ, നിങ്ങളോട് മതം പറയുന്നതിൻ്റെ പേരിൽ, നിങ്ങൾക്ക് മതം പഠിപ്പിച്ചു തരുന്നതിൻ്റെ പേരിൽ, ഇമാമത്ത് നിൽക്കുന്നതിൻ്റെ പേരിൽ, ഖുതുബ പറയുന്നതിൻ്റെ പേരിൽ, ബാങ്ക് കൊടുക്കുന്നതിൻ്റെ പേരിൽ, മദ്രസയിൽ പഠിപ്പിക്കുന്നതിൻ്റെ പേരിൽ വമാ അസ്അലുക്കും അലൈഹി മിൻ അജർ, ഞാൻ അതിനുവേണ്ടി നിങ്ങളോട് പ്രതിഫലം ചോദിക്കുന്നില്ല. ഇതായിരിക്കണം ഒരു മുസ്ലിം. പിന്നെ അദ്ദേഹം എങ്ങനെ ജീവിക്കുമെന്ന് ചോദിക്കുമ്പോൾ അതിന് ഉതകുന്ന രീതിയിലുള്ള, ഈ കോടാനുകോടി ജനങ്ങൾ ജീവിക്കുന്നില്ലേ, ആ രീതിയിൽ കോടാനുകോടി ജനങ്ങൾ ജീവിക്കുന്ന രീതിയിൽ അതിനുതകുന്ന രീതിയിൽ ഒരു ബിസിനസ്സുമായിട്ടായിരിക്കണം ഒരു പണ്ഡിതൻ നീങ്ങേണ്ടത്. നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ പണ്ഡിതന് ബൈത്തുൽ മാലിൽ നിന്ന് കൊടുത്ത് അദ്ദേഹത്തെ മറ്റുള്ള പ്രവർത്തിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ദീനിൻ്റെ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി മാത്രമായി നിയമിക്കാം. പക്ഷെ അത് നിയമിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചിന്തിക്കേണ്ടതാണ്, ഞാൻ ദീനിൻ്റെ പ്രവർത്തനം, അൽഹംദുലില്ലാഹ് എത്രയോ വർഷങ്ങളായി ഞാൻ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ഇന്ന് വരെ മതത്തിൻ്റെ പേരിൽ ഒരു സിംഗിൾ പൈസ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, വാങ്ങിച്ചിട്ടുമില്ല. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ ഈ യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഞാൻ അതിനെ മോണിറ്റൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് വരും. അത് ഞാൻ ഹറാമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ശരിയല്ലാത്ത രീതിയിൽ അനിസ്ലാമികമായ വസ്ത്രധാരണം ചെയ്തിട്ടുള്ള സ്ത്രീകൾ വന്നിട്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്നത് പലിശയെക്കുറിച്ചും പിന്നെ മസാജ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യഭിചാരത്തെക്കുറിച്ചൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അത്തരം പരസ്യങ്ങൾ എൻ്റെ ചാനലിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഗൂഗിളിന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് എനിക്ക് തരുന്നത്. അതെനിക്ക് ഹറാമാണ്. അതുകൊണ്ട് മതക്കച്ചവടക്കാരനല്ല ഞാൻ.
നമ്മൾ ഒരു മതക്കച്ചവടക്കാരനെ ഇമാമായിട്ടോ ഖത്തീബായിട്ടോ നിയമിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ പാവം, അയാളെ കൊണ്ട് ഒരു നിവർത്തിയുമില്ല. മദ്രസ കമ്മിറ്റിക്കാരും മഹൽ കമ്മിറ്റിക്കാരും പറയുന്ന ഒരു കോളാമ്പിയാണ് അദ്ദേഹം. ഞങ്ങളുടെ വിഷയത്തിൽ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞങ്ങൾക്ക് മദ്രസക്കാർക്ക് ഉസ്താദിന് ഇങ്ങനെ പറയാം, ഞങ്ങളുടെ നബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഈ നബിദിനത്തിന് വേണ്ടിയിട്ട് അതിന് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ടായിരുന്ന ഒരു ടീം, അവർ ഇത്തവണ മുതൽ അവർക്കത് വിദഅത്താണെന്ന് ധാരണയുണ്ടാവുകയും അതുകൊണ്ട് അവർ സഹകരിക്കുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സഹോദരങ്ങളെ നമുക്ക് നമ്മുടേതായിട്ടുള്ള വഴി കണ്ടെത്തണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല. പക്ഷെ അങ്ങനെ പറയാൻ മഹൽ കമ്മിറ്റിയും മദ്രസ കമ്മിറ്റിയും അനുവദിക്കില്ല. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പാവമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, മഹൽ കമ്മിറ്റി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മദ്രസ കമ്മിറ്റിയോട് പറഞ്ഞു, മദ്രസ കമ്മിറ്റി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രസ്റ്റ് കമ്മിറ്റിയോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട് ഇതൊക്കെ ഒന്ന് ശരിപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്തായി, ഇതൊന്നും പിടിച്ചോടത്ത് കിട്ടിയില്ല, കൈവിട്ട് പോയി. അപ്പോൾ ഒരു വ്യക്തി, നിങ്ങൾ ഇത്രയും ചിന്തിച്ചു നോക്കും, ആ ഉസ്താദ് ഈ ആയത്തിനോട് ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പ്രതിഫലം വാങ്ങിക്കാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഏത് കമ്മിറ്റി പറഞ്ഞു കഴിഞ്ഞാലും അത് അവിടെ ഇരിക്കട്ടെ, ഇസ്ലാമിക നിയമം ഇങ്ങനെയാണ്, ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് പറയേണ്ടതെന്ന് അവരെ പഠിപ്പിക്കും. ഇദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ല, ഇദ്ദേഹം പണ്ഡിതനാണ്, ഉസ്താദ് പണ്ഡിതനാണ്. പക്ഷെ ഉസ്താദിന് തിരിച്ചു പറയാൻ നിവർത്തിയില്ല, അവർ പറയുന്നിടത്ത് നിൽക്കണം. അപ്പോൾ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്യ ജില്ലകളിൽ നിന്ന് ഉസ്താദുമാരെ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, ഇറക്കുമതി ചെയ്യുമ്പോൾ അതിൻ്റെ കുറ്റക്കാർ ഞാനും നിങ്ങളുമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നാം പ്രതി ഞാനും, രണ്ടാം പ്രതി എന്നെ കേൾക്കുന്നവർ. അന്യ ജില്ലകളിൽ നിന്ന് ഉസ്താദുമാരെ ഇറക്കുമതി ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ സ്വയം പര്യാപ്തരാവണം. എങ്ങനെയാണ് സ്വയം പര്യാപ്തരാവുക? നമ്മളുടെ മഹലിലുള്ള ചെറുപ്പക്കാരെ നമ്മൾ ഈ ഇറക്കുമതി ചെയ്തിട്ടുള്ള ഉസ്താദിനെ ഏൽപ്പിച്ചുകൊണ്ട് 3 വർഷങ്ങൾ കൊണ്ട് അവരെ നല്ലൊരു ഇമാമും നല്ലൊരു ഖത്തീബുമായി വളർത്താൻ വേണ്ടിയിട്ട് ആ നമ്മൾ ഇറക്കുമതി ചെയ്തിട്ടുള്ള ഉസ്താദ് അവരെ ട്രെയിൻ ചെയ്യണം. എന്നിട്ട് നമ്മുടെ മഹലിലെ ചെറുപ്പക്കാരായിരിക്കണം അവിടുത്തെ ഇമാമും ഖത്തീബും. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ്. തന്നെയുമല്ല, നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നതും ഇത് തന്നെയാണ്. നമ്മളിൽ നിന്നുള്ളവരെ വേണം നമ്മൾ ഇമാമും ഖത്തീബായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിൽ നിന്നുള്ള ഒരു മഹലിൽ മുഴുവൻ ഒരു 2000 കുടുംബങ്ങളുണ്ട്, ഇവരെല്ലാവരും ബിസിനസ്സുകാരാണ്, ജോലിക്കാരാണ്, ചെറുപ്പക്കാർക്ക് സമയമില്ല. അങ്ങനെയാണെങ്കിൽ അതിനും ഇസ്ലാം പോംവഴി നിർദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു മാസത്തേക്ക് ഒരു ഡ്യൂട്ടി റോസ്റ്റർ ഉണ്ടാക്കുക. അതിൽ ഒരാളുടെ വലത്ത് ഭാഗത്ത് ഒരാളുടെ ഫോട്ടോ ഉണ്ടാവും, അഹമ്മദ് അബ്ദുള്ള, ഇദ്ദേഹം ഫജർ നമസ്കാരത്തിന് ഇമാമായിരിക്കും. ഇപ്പുറത്ത് വേറൊരാളുടെ ഫോട്ടോയും അയാളുടെ പേരും, ഇദ്ദേഹം ളുഹർ നമസ്കാരങ്ങൾക്ക് ഇമാമായിരിക്കും. വേറൊരാൾ, ഇദ്ദേഹം അസറും പിന്നെ മഗ്രിബും നമസ്കരിക്കും. വേറൊരാളുടെ ഇഷ നമസ്കരിക്കും. അപ്പോൾ ഇത് ഒഫീഷ്യലായിട്ട് അപ്പോയിന്റഡ് ഇമാമായി, അതായത് കമ്മിറ്റി നിയമിക്കുന്ന ഇമാമിന്റെ പിന്നിലാണ് ജമാഅത്ത് നമസ്കരിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരാൾ കയറി നിന്ന് ജമാഅത്ത് നമസ്കരിക്കുന്നത് നിർബന്ധമായ ഘട്ടത്തിൽ ചുറ്റുപാടിൽ കുഴപ്പമില്ല. നോർമലായിട്ട് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന, അവർ അപ്പോയിന്റ് ചെയ്യുന്ന ഇമാമിന്റെ പിന്നിലാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. അപ്പോൾ കമ്മിറ്റിക്ക്, മസ്ജിദ് കമ്മിറ്റിക്ക് ഒരു മാസത്തേക്കൊരു ഡ്യൂട്ടി റോസ്റ്റർ ഉണ്ടാക്കാം. എന്നിട്ട് ഇന്ന ചെറുപ്പക്കാരായിരിക്കും ഇതിൻ്റെ ഇമാം, ഇന്ന ചെറുപ്പക്കാരായിരിക്കും ഇതിൻ്റെ ഖത്തീബ്. അടുത്ത വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന ജുമാ കുത്തുബ ചെറുപ്പക്കാരെ വിളിച്ചിട്ട് പറയിപ്പിക്കുക, ഇന്ന വിഷയമാണ് നമ്മൾ പറയേണ്ടത്. അങ്ങനെ കമ്മിറ്റിക്കാരെല്ലാവരും ഇവിടുന്ന് കേൾക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ് ശരിയാണെന്ന് വിലയിരുത്തുക. നിങ്ങളുടെ ഉസ്താദിനെയും ഇരുത്തുക, ഉസ്താദും കേൾക്കുക. എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ട് കുത്തുബ പറയിപ്പിക്കുക. നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരെ രംഗത്ത് കൊണ്ടുവരണം, ഇമാമായിട്ടും ഖത്തീബായിട്ടും. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും, പള്ളിക്കകത്ത് അടിപിടി നടക്കുകയില്ല. തന്നെയുമല്ല, ആ ചെറുപ്പക്കാർ, ആ നാട്ടിലുള്ളവർ ഈ പ്രവൃത്തി ചെയ്യുന്നതിന്, ഇമാമത്ത് ചെയ്യുന്നതിനും കുത്തുബ ചെയ്യുന്നതിനും കാശ് വാങ്ങിക്കരുത്. അവർക്ക് ജോലിയും ബിസിനസ്സും കാര്യങ്ങളും ഉണ്ടല്ലോ. അവിടെയാണ് ഈ ആയത്ത് അപ്ലിക്കബിൾ ആകുന്നത്. വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്റിൻ ഇൻ അജ്റിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. അതേപോലെ തന്നെ കാശ് മേടിച്ചിട്ട് കുത്തുബ പറയുന്ന ഇമാമന്മാരെ കുറിച്ചിട്ട് പണ്ഡിതന്മാരുടെ അഭിപ്രായം, അവർ പറയുന്നതിനെ നിങ്ങൾ, ഒന്നാമത് ജുമാ ഖുത്ബ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് അനങ്ങാതെ ഇരുന്ന് ഇമാമിനെ മാത്രം ഇങ്ങനെ നോക്കിയിരുന്ന കണ്ടിൽ നമ്മൾ കേൾക്കണം. ഒരു പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നടത്തുന്ന സമയത്ത് സഹാബി, മുന്നിലിരിക്കുന്ന സഹാബി, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ താഴെ സിമൻ്റോ ഒന്നുമില്ല. പിന്നീടാണ് ചെങ്കല്ല് കൊണ്ട്
തേച്ചിട്ടുണ്ടായിരുന്ന, കളിമണ്ണ് തേച്ചത്. അതിനു മുൻപ് മണ്ണായിരുന്നു. അപ്പം മണ്ണിലിരുന്നിട്ടാണ് സഹാബിമാർ റളിയല്ലാഹു അൻഹും അജ്മഈൻ ഖുത്ബ കേൾക്കുന്നത്. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സഹാബി താഴെ മണ്ണിൽ ഇങ്ങനെ കല്ല് ഇങ്ങനെ എടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അനക്കം, അതിലേക്ക് ശ്രദ്ധ പോയി ആ സഹാബിയുടെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളി ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇത് ലഘു, ഇതാണ് ലഘു എന്ന് പറയുന്നത്. നിങ്ങൾ ഖുത്ബ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കേൾക്കണം. ഒരു വിഷയത്തിലും നിങ്ങളുടെ ശ്രദ്ധ പോകാൻ പാടില്ല. അടുത്തിരിക്കുന്ന ആള് ഓടി വന്ന ഒരാൾ നമ്മുടെ അടുത്തിരുന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ സലാമിന് മറുപടി പറയണ്ട. അടുത്തിരിക്കുന്ന ആൾ തുമ്മിക്കഴിഞ്ഞ് അൽഹംദുലില്ലാ നമ്മൾ പറയണ്ട. അപ്പൊ അത്രയും ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതാണ് ഖുത്ബ. എങ്കിൽ മാത്രമേ ഖുത്ബയുള്ളൂ, അല്ലെങ്കിൽ ദുഹർ നമസ്കരിച്ചതിന് തുല്യമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഈ ഖുത്ബ പണ്ഡിതന്മാർ പറയുന്നത്, ആ ഇമാമ് പറയുന്നത് അതിലുള്ള ഹദീസും ഖുർആനും മാത്രം എടുക്കുക, ബാക്കി അദ്ദേഹം പറഞ്ഞതിനൊക്കെ ഇതിലെ കേൾക്കുക, ഇതിലെ വിട്ടുകളയുക, അനുസരിക്കരുത്. അതിന് കാരണം അവർ ഖുർആനിലെ സൂറ യാസീനിലെ ആയത്താണ് പറയുന്നത്. 20-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്അ. പട്ടണത്തിന്റെ അങ്ങേ തലക്കൽ നിന്ന് ഒരാൾ ഓടി വന്ന് പറഞ്ഞു, ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. എൻ്റെ ജനങ്ങളെ, നിങ്ങൾ മുർസലീനങ്ങളെ പിൻപറ്റുവിൻ, ദൂതന്മാരെ പിൻപറ്റുവിൻ. ദൂതന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മതം പഠിപ്പിച്ച് തരുന്ന മുർസലീങ്ങൾ, അവരെ പിൻപറ്റുവിൻ. ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ. നിങ്ങൾ പിൻപറ്റുക. ആരെ പിൻപറ്റുക? മൻ ലാ യസ്അലുക്കും അജ്റൻ, നിങ്ങളോട് പ്രതിഫലം ചോദിക്കാത്ത ഹിദായത്തിലുള്ളവരെ നിങ്ങൾ പിൻപറ്റുക. അപ്പോൾ ഈ മിമ്പർമ കയറി നിൽക്കുന്ന വ്യക്തി, അദ്ദേഹം പൈസ വാങ്ങിയിട്ടല്ലേ പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ അവരെ പിൻപറ്റുക? നിങ്ങളോട് പ്രതിഫലം ചോദിക്കാത്തവരെ പിൻപറ്റാനല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം പ്രതിഫലം ചോദിക്കുന്ന വ്യക്തിയല്ലേ. അപ്പൊ പ്രതിഫലം ചോദിക്കാത്ത വ്യക്തികളെ നമ്മൾ നമ്മുടെ സമൂഹം കണ്ട് മനസ്സിലാക്കി മിമ്പറിന്റെ മുകളിലേക്ക് കൊണ്ടുവരണം. നമുക്ക് ഇമാമിനെ കൊണ്ടുവരണം. അവരുടെ ഇമാമത്തിന്റെ പിന്നിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് നമസ്കരിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ എന്നെ പോലെ വന്ന ഒരാൾ ഒരു വിഷയം പറഞ്ഞു, ദേ പോയി എല്ലാവരും കൂടി തല്ലുകൂടി, ഞങ്ങൾ രണ്ടായി, ഞങ്ങളെ വിഭജിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്കലാബ് വിളിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. ഈമാൻ എന്ന് പറയുന്നത് മെഴുകുതിരി പോലെ ഒലിച്ചു പോകുന്നതാണെങ്കിൽ അങ്ങോട്ട് പോട്ടെ. ഈമാനുള്ള വ്യക്തികളുടെ ഈമാൻ, ആരൊക്കെ വന്ന് സമൂഹത്തിൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈമാനുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഈമാൻ കല്ല് പോലെ ഉറച്ചു നിൽക്കും. അതിനൊരു വിള്ളലുണ്ടാക്കാൻ ഒരു മനുഷ്യന്റെ പ്രസംഗമോ ഒരു മനുഷ്യന്റെ സംസാരമോ സാധിക്കുകയില്ല എന്നുള്ളത് വളരെ ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളത് മനസ്സിലാക്കുക. എനിക്ക് ആരോടും ഒരു വിദ്വേഷമോ വിഷമോ ഒന്നുമില്ല. ഞാൻ ഒരുവിധ വിഭാഗീയതയും കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മഹല്ലും നമ്മുടെ പള്ളിയും നമ്മുടെ ആളുകളും എൻ്റെ ജീവനാണ്. അവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, അവരോടൊപ്പം നിൽക്കും. നല്ല കാര്യങ്ങൾ, വിദഅത്തിയായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ അവരിൽ നിന്ന് വിട്ടുനിൽക്കും. ഇത് തന്നെയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സംസാരം ഞാനിവിടെ ഉപസംഹരിക്കുന്നു. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.